എൻ്റെ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ മാലിടാത്ത മാല ഇഷ്ടമില്ലേ എന്നൊക്കെ. അത് തമാശയ്ക്കായിട്ട് അവർ ചോദിക്കുന്നതായിരിക്കും, പക്ഷേ അതിനൊരു റീസൺ ഉണ്ട്. ഞാനിവിടെ മാല അങ്ങനെ യൂസ് ചെയ്യാത്തതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു രാജ്യമായാലും, ഇപ്പോൾ നമ്മുടെ നാടായാലും അല്ലെങ്കിൽ ഏതൊരു രാജ്യത്ത് പോയാലും അവിടെയൊന്നും നമുക്ക് 100% സേഫില്ല. ഇപ്പോൾ ഇവിടെ ആയാലും ജർമ്മനിയിലായാലും 100% നമുക്കിവിടെ സേഫ് എന്ന് പറയാൻ പറ്റില്ല. കുറേ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഡ്രഗ്സ് അടിച്ച് നടക്കുന്നവരുണ്ട്, കള്ള് കുടിച്ച് ബോധമില്ലാണ്ട് നടക്കുന്നവരുണ്ട്, മെൻ്റലി സ്റ്റേബിൾ അല്ലാത്തവരും ഇവിടെ ഇറങ്ങി നടക്കുന്നവരുണ്ട്. അപ്പോൾ എപ്പോഴായാലും നമുക്ക് പണി കിട്ടാം, എവിടെ നിന്ന് വെച്ചായാലും. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ഇവിടെ നൈറ്റ് ലൈഫൊക്കെ നല്ല 100% സേഫാണ് എന്ന് വിചാരിക്കുന്നതേ തെറ്റാണ്. കാരണം നമ്മളെപ്പോഴും അവെയറായിട്ട് നടക്കണം. എന്ത് വേണേലും എപ്പോൾ വേണേലും സംഭവിക്കാം. പിന്നെ ഞാനിപ്പോഴും ഇവിടെ നടക്കാൻ പോകുന്ന ഒരാളാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകാറുണ്ട്, ചിലപ്പോൾ ഫാമിലി ആയിട്ടാണ് പോവാറ്. പ്രത്യേകിച്ച് ഞാൻ റോഡ് സൈഡിലല്ല നടക്കാറ്, കുറച്ചുകൂടിയും ഇവിടെ ഉള്ളിലോട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളിലോട്ടാണ് നടക്കാൻ പോവാറ്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ആൾക്കാരുണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് മാലയൊന്നും യൂസ് ചെയ്യാത്തത്. എന്തെങ്കിലും എപ്പോഴേലൊക്കെ സംഭവിച്ചു എന്ന് വരാം. അതുകൊണ്ട് നമ്മളെപ്പോഴും അവെയറായിട്ട് നടക്കണം, അതാണ് മെയിൻ കാര്യം. ഇനി ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് സാധനങ്ങൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട് പോലെയല്ല, ഇവിടെ കുറച്ചുകൂടിയും കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ ഡ്യൂട്ടീസ് ഭയങ്കര റെസ്പോൺസിബിളായിട്ട് ചെയ്യും. അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നവർ. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നും പല ടൈപ്പിലുള്ള മനുഷ്യന്മാർ ഇപ്പോൾ ഈ ഒരു രാജ്യത്തുണ്ട്. അവരൊന്നും ഇവരുടെ ഈ ഒരു സിസ്റ്റമല്ല ഫോളോ ചെയ്യുന്നത്. അവരൊക്കെ അവരുടെ ഇഷ്ടത്തിനുള്ള തോന്നിവാസങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ സിസ്റ്റത്തിനനുസരിച്ചല്ലാത്ത ഒരു കാര്യം, ഒരു പ്രശ്നം വരുമ്പോൾ അതിനൊരു പരിഹാരം ഇവർ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇവർക്ക് കുറച്ച് ലേറ്റായിട്ടാണ് ഒരു പരിഹാരം കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് രാജ്യത്ത് പോയാലും അവിടെ 100% സേഫാണെന്ന് വിചാരിച്ച് നടക്കാതെ നമ്മളെപ്പോഴും അവെയറായിട്ട് നടക്കണം. എന്ത് വേണേലും എപ്പോൾ വേണേലും നമുക്ക് സംഭവിക്കാം എന്നുള്ള രീതിയിൽ.